ഹായ് ഡേയ്സ്, എന്റെ കയ്യിൽ ഇപ്പോൾ പഴയ ഉടുപ്പുണ്ട്, അതുപോലെ തന്നെ കട്ട് പീസ് ഉണ്ട്. ഈ പഴയ ഉടുപ്പും കട്ട് പീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ബാംഗിൾസ് ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ ഒരു ടൈപ്പ് ബാംഗിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെയല്ല, വേറൊരു മോഡലാണ്. ഈ ക്ലോത്ത് ജോർജറ്റ് ആണ്. ജോർജറ്റ് ആയാലും ഷിഫോൺ ആയാലും കോട്ടൺ ആയാലും നമുക്ക് ഏത് ക്ലോത്ത് ആയാലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ കോട്ടൺ ക്ലോത്ത് വെച്ചാണ് ചെയ്തത്. ഇന്ന് ഞാനിവിടെ ജോർജറ്റ് ക്ലോത്ത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സിനൊക്കെ ചേരുന്ന ബാംഗിൾസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ബാംഗിൾസ് ഉണ്ടാക്കാൻ നോക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞാനിവിടെ ഈ കട്ട് പീസും ഈ പഴയ ഉടുപ്പും ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഇതിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ബാംഗിളുകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിലുള്ള പഴയ വളകളുണ്ടല്ലോ, അതെടുക്കാം. ഞാനിപ്പോ ഒന്ന് വീതി കൂടിയതും വീതി കുറഞ്ഞതുമായിട്ട് എടുക്കുകയാണ്. 2 വള ഉണ്ടാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഗം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഈ ബീഡ്സും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഈ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പഴയ മാലയാണ്. മാലയിലുള്ള ഹാങ്ങിങ്സ് ആണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഹാങ്ങിങ്സ് കൂടെ ഇതിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് ബാങ്കിളൊന്ന് സ്റ്റൈൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഹാങ്ങിങ്സ് ആണ് എടുക്കുന്നത്. ആദ്യമേ തന്നെ ഈ പഴയ ടോപ്പിന്റെ ലെങ്ത് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം സ്ട്രെയിറ്റ് പീസാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇതുപോലെ ഫിനിഷ് ചെയ്ത ശേഷം 2 ഇഞ്ച് വീതിയിൽ ഞാനൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണേ. വീതി കൂട്ടിയെടുക്കണ്ട, കാരണം വീതി കൂട്ടിയെടുത്ത് പോയാൽ നമുക്ക് ഫിനിഷിങ് കിട്ടത്തില്ല. കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഞാൻ ഈ ഉടുപ്പിന്റെ സ്റ്റിച്ച് പോർഷൻ ഉണ്ടല്ലോ സൈഡിൽ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് 25 ഇഞ്ച് ലെങ്തിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ലെങ്ത് കൂടിപ്പോയാലും സാരമില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. കൂടിപ്പോയാൽ നമുക്ക് ചുറ്റിയിട്ട് ബാലൻസ് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ക്ലോത്ത് കണ്ട്, ഇതാണ് കട്ട് പീസ്. ഇത് വർക്കുള്ളതാണ്. ഇത് നല്ല ഭംഗിയായിരിക്കും ചെയ്തെടുക്കുമ്പോൾ. ഈ ക്ലോത്ത് ജോർജറ്റ്, ഇതിൽ വർക്കില്ല, സിമ്പിൾ ക്ലോത്ത് ആണ്. ഇതിന്റെ സൈഡ് ഒന്ന് നമുക്ക് അടിച്ച് പൈപ്പിംഗ് അടിക്കുന്ന പോലെ അടിച്ചെടുക്കാം, കാരണം ഇത് തിരിച്ചെടുക്കേണ്ടതാണ് നമുക്ക്. ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് മാറ്റി ഫുൾ ലെങ്തും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് തിരിച്ചിട്ടെടുക്കുന്നതെന്ന്. സാധാ പൈപ്പിംഗ് തിരിച്ചിട്ടെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ലെങ്തിലുള്ള ഒരു നീഡിലെടുത്ത്, അതുപോലെ അത്യാവശ്യം കട്ടിയുള്ള, ഞാനിപ്പോൾ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ത്രെഡോ കട്ടിയുള്ള നമുക്ക് ഏത് വേണം എടുക്കാം. അതിന്റെ എൻഡ് ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുത്ത ശേഷം പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ, സ്റ്റിച്ചിന്റെ സൈഡല്ല, സ്റ്റിച്ച് അല്ലാത്ത സൈഡിലോട്ട് ഇതുപോലെ ഒരു കട്ട് ചരിച്ചു കൊടുത്താൽ മതി. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഷാർപ്പായിട്ട് നിൽപ്പുണ്ട്. ആ ഷാർപ്പായ ഭാഗത്ത് നമുക്ക് നീഡിലൊന്ന് കുത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത ശേഷം നമുക്ക് ഈ നീഡില് ഈ ഹോളിനകത്തൂടെ ഇതുപോലെ ഒന്ന് കടത്തി ഇപ്പുറത്തെ സൈഡിലൂടെ എടുക്കണം. ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡിലൂടെ നീഡിൽ വലിച്ചെടുത്താൽ മതി. വീതിയിൽ ചെയ്യുന്നോണ്ട് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഈ കെട്ടിട്ട ഭാഗത്തോട്ടൊന്ന് ചുരുക്കി കൊടുത്ത ശേഷം ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഈസി ആയിട്ട് ഇതുപോലെ തിരിഞ്ഞു വന്നോളും. കണ്ടോ, നല്ല സിമ്പിൾ ആയിട്ട് ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ നല്ല സെറ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ബാങ്കിളിലോട്ട് ഇതിനെ ചുറ്റി കൊടുക്കണം. അപ്പൊ ഞാനിവിടെ വീതിയുള്ള ബാങ്കിളാണ് എടുത്തിട്ടുള്ളത്. ഈ വീതിയുള്ള ബാങ്കിളിലോട്ട് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ഒരു 4 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് സാധാ ഹെമ്മിങ് ചെയ്യുന്ന നീഡിലും ത്രെഡും ഉപയോഗിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, അതിന്റെ കറക്റ്റ് ലെവലിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ടൊന്ന് ചുറ്റി ഇതുപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അപ്പൊ ഒന്നും കൂടെ ഫിക്സ് ആയിക്കോളും. കണ്ടോ, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒന്ന് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലപോലെ ഇവിടെ ഫിക്സ് ആവും. ഇനിയിപ്പോ ഗം അപ്ലൈ ചെയ്തില്ലെങ്കിലും സാരമില്ല, നല്ല ടൈറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ചുറ്റി വന്നാൽ മതി. ഗം നിർബന്ധമുള്ളതല്ല, ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ടൈറ്റ് ആയിട്ട് നിന്നോളും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ചുറ്റി തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോഴും വലിച്ചു വെച്ചിങ്ങനെ ചുരുക്കി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ലെവൽ പിടിച്ച് ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് അതേ രീതിയിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പിടിച്ച് ചുറ്റി കൊടുക്കണം. ഇതുപോലെ ചുറ്റി കൊടുക്കുമ്പോൾ
ചുരുക്ക് വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ വീതിക്ക് ടൈറ്റായിട്ട് പിടിച്ചൊന്ന് ചുറ്റിയാൽ മതി. അതിനിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഗം കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഫുൾ ലെവൽ ചുറ്റി എടുത്താൽ മതി. ഈ ചുറ്റി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല ലെവല് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചുളുങ്ങിപ്പോവാതെ നല്ല ലെവല് പിടിച്ച് ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി. നല്ല സിമ്പിൾ അല്ലേ വള? നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത്. ഇതുപോലെ ഒന്ന് ഫുള്ള് ചുറ്റിയെടുക്കാം. ഇതിപ്പോ ഇത്രയും സിമ്പിൾ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പഴയ വളകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആർക്ക് വേണം എത്ര ഭംഗിയായിട്ട് വേണോ ഇതുപോലത്തെ വളകൾ ചെയ്തെടുക്കാം അല്ലേ? ഇതുപോലെയുള്ള ഐറ്റംസ്, പോലെ നീഡില്, ത്രെഡ്, പഴയ ക്ലോത്ത്, പഴയ വള എല്ലാവരുടെ കയ്യിലുള്ളതല്ലേ. അപ്പൊ ആർക്ക് വേണോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഗമ്മിന്റെ നിർബന്ധമില്ല. നമ്മൾ ടൈറ്റായിട്ട് ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഗമ്മിന്റെ നിർബന്ധമില്ല. അതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഓരോ ഡ്രസ്സിനും ചേരുന്ന വിധത്തിൽ വെയർ ചെയ്യാനും പറ്റും. അതുപോലെ ഇതുപോലെ ബാങ്കിൾ ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിലുള്ള ബീഡ്സ്, സ്റ്റോൺസ് എന്ത് വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം. എൻ്റെ കയ്യിലുള്ള ഹാങ്ങിങ്സ് ഞാനിപ്പോൾ കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ പഴയ കമ്മലുകളിലുള്ളത്, പഴയ വളകളിലും മാലകളിലൊക്കെ ബീഡ്സ്, ഹാങ്ങിങ്സ് ഉള്ളത് അതിൽ നിന്ന് മാറ്റി ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം. പുതിയത് വാങ്ങണമെന്നില്ല. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/2 ഇഞ്ച് വിട്ട്, വളയുടെ വീതിയേക്കാൾ 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. കാരണം ഒന്ന് ഇതുപോലെ അകത്തോട്ട് ചുരുക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതും അകവശത്ത് സ്റ്റിച്ച് ചെയ്യണം, പുറത്തല്ല. സ്റ്റിച്ച് ചെയ്യുകയോ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യാം. ഇതുപോലെ ഒന്ന് അകവശത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ടൈറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ത്രെഡ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല. ഈ ക്ലോത്തിന്റെ അകവശത്തൂടെ നീഡിൽ കോർത്ത് ഈ വളയുടെ മേൽഭാഗത്തെടുത്ത് നമുക്ക് ഹാങ്ങിങ്സ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഇവിടെ ബാങ്കിൾ കിട്ടിയതെന്ന്. ഇനി നമുക്ക് ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കാം. ഈ ഹാങ്ങിങ്സ് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹാങ്ങിങ്സ് ആണ് ഞാനിപ്പോ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ സിൽവർ കളർ ഇതുപോലെയുള്ള ഹാങ്ങിങ്സ്, ഈ ബ്ലാക്ക് വൈറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ഈ സിൽവർ കളർ കൊടുക്കുന്നു. ബ്ലാക്ക് വൈറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിനും കോമൺ യൂസ് ചെയ്യാൻ പറ്റുന്ന കളറല്ലേ. ഇനി വലിയ പണിയില്ല. ഈ ഹാങ്ങിങ്സിന്റെ റിങ് ഉണ്ടല്ലോ, ആ റിങ്ങിനകത്തൂടെ നമ്മളൊരു 3-4 സ്റ്റിച്ച് കൊടുത്ത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു 4-5 ഹാങ്ങിങ്സ് കുറച്ച് സ്പേസ് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റണ്ട. ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് അകവശത്തോട്ട് നീഡിൽ കുത്തി ഇറക്കി പിന്നെ നമുക്ക് അകവശത്ത് 1-2 സ്റ്റിച്ച് കൊടുത്ത ശേഷം മുകളിലോട്ടും എടുത്താൽ മതി. ഓരോ ഹാങ്ങിങ്സും സ്റ്റിച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുത്താലും സാരമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ട നമ്മുടെ വള ഇവിടെ നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനെ ഇട്ട് കാണണ്ടേ? ഇനിയിപ്പോ ഞാൻ ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി നിങ്ങളെന്ന് ഇട്ട് കാണിക്കാം. കണ്ടില്ലേ നമ്മുടെ 2 ബാംഗിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ കണ്ടില്ലേ എന്റെ ഉടുപ്പിന്റെ കളറാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സിന് ചേരുന്ന തരത്തിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബാംഗിൾസ് ചെയ്തിടാം. ബ്ലാക്ക് വൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്ത്. ഇപ്പൊ എന്റെ ഉടുപ്പിന്റെ കളറാണ് കണ്ടോ? നല്ല ഭംഗിയില്ലേ? പീസുകളും പഴയ ഉടുപ്പുകളൊക്കെ കളയാതെ നമുക്ക് ഇതുപോലെ നല്ല സ്റ്റൈലാക്കി എടുക്കാം ബാംഗിൾസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.